ശാപമാമെന്നെയും നിൻ മഹിമയാക്കി മാറ്റി, ദാസനാമെന്നെയും നിൻ പുത്രനാക്കി മാറ്റി. ശാപമാമെന്നെയും നിൻ മഹിമയാക്കി മാറ്റി, ദാസനാമെന്നെയും നിൻ പുത്രനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. വോയിസ് ഓഫ് ലവിൽ കർത്താവ് ഇന്ന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. ആമേൻ. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അനർത്ഥം ഭൂമിയിൽ പെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരെ പെട്ടകത്തിനകത്ത് കയറ്റി. ഞാനീ പറയുന്ന ദൂതൻ്റെ അർത്ഥം, ചിലതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ചില സുരക്ഷിത ഇടത്ത് ദൈവം നിന്നെ ആക്കും. മറ്റുള്ളവരുടെ കൂടെ അനർത്ഥങ്ങളിൽ വലയാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ അനർത്ഥത്തിൽ നീ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ രക്ഷിപ്പാൻ വേണ്ടിയായിരിക്കും ദൈവം നിന്നെ അവിടെ ആക്കിയത്. അനർത്ഥം വരുന്നതിന് മുമ്പ് തന്നെ നോഹയെയും കുടുംബത്തെയും ദൈവം പെട്ടകത്തിൽ കയറ്റി. എന്നാൽ അനർത്ഥത്തിനകത്ത് പൗലോസിനെയും കൂടെയുള്ള ആ കപ്പലിലുള്ളവരെയും കടത്തിവിട്ടു. പക്ഷേ തിരുവചനം പറയുന്നു, ആ പൗലോസിനെ ഓർത്ത് തന്നെ ആ അനർത്ഥത്തിൽ കടന്നവരെല്ലാം രക്ഷപ്പെട്ടു. അനർത്ഥത്തിൽ നിന്ന് ദൈവം തന്നെ വിടുവിക്കും. 2, അനർത്ഥത്തിൽ നീ അകപ്പെട്ടാൽ എല്ലാവരും നീ വിടുവിക്കും. യെസ്, കാരണം നിന്നോട് ദൈവത്തിന് ഒരു നിയമമുണ്ട്. ദൈവത്തിന് നിന്നോടൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തെ തൊട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, നോഹയും തൻ്റെ കുടുംബവും തൻ്റെ മക്കളുടെ ഭാര്യമാർ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പരിശുദ്ധാത്മ പറയുന്നു. നിനക്ക് മാത്രമുള്ളൊരു വിടുതൽ, നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു വിടുതലുണ്ട്. നീയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കാൻ പോകും. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കാൻ പോകും. നിനക്കൊരുമിച്ച് പറയാൻ പറ്റും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബം പോലെ അവർ കുടുംബമായി അന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. എന്തോ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ ഒരു ദൈവികമായ വിടുതലും ഒരത്ഭുതവും ദൈവം ചെയ്യാൻ പോകട്ടോ. കുടുംബം അടച്ചവർ സന്തോഷിച്ചു. ഇതൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തകർന്നുപോയ ആരും കാണത്തില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ ഉയർച്ച പ്രാപിച്ചിരിക്കും. ഒരു മക്കളെ ഓർത്തും പിതാവേ മാതാവേ നിനക്ക് കരയേണ്ടി വരത്തില്ല കേട്ടോ. എൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായിത്തീരും? ആ കുഞ്ഞിൻ്റെ തലമുറ ബലഹീനമായി പോയ
കഴിവില്ലാതെ പോയ ഒരു കുഞ്ഞല്ലേ, എന്തായിത്തീരും എന്നൊക്കെ ചില വല്യമ്മമാരും വല്യമ്മച്ചിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഗ്രാൻഡ് പേരൻസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് പറയും, നിന്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ സുരക്ഷിതമായിരിക്കും. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ ഒരുക്കും. നിങ്ങളുടെ കുടുംബം അനേകർക്കൊരു അടയാളമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായിരിക്കും ഇനി അടുത്തൊരു ചരിത്രം ദൈവം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തോ ആ ദൂത് കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു അടുത്ത ഹിസ്റ്ററി ദൈവം ഉണ്ടാക്കാൻ പോവാം. ഈ തലമുറയിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചില കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭയങ്കര ഭാരം ദൈവം മാറ്റാൻ പോവാം. യാക്കോബിന് യോസഫിനെ കുറിച്ചുള്ള വേദന പോലെ ചിലരെ കുറിച്ചുള്ളൊരു വേദന, പെയിൻ നിങ്ങളുടെ മേലുണ്ട്. പക്ഷെ മറ്റുള്ളവരെക്കാളെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച ദൈവം അത്ഭുത മന്ത്രിയാണ്. ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ വ്യാപരിക്കാൻ പോവുകയാണ്. നമുക്കിന്ന് ഈ മക്കളുടെ കുടുംബമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവേ, അങ്ങ് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. അനർത്ഥ ദിവസത്തിൽ അങ്ങ് കൂടാരത്തിൽ ഞങ്ങളെ ഒളിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിനും അനേകരെ പുറത്തെടുക്കുന്നതിനും പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് നന്ദി പറയും. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബമായി അങ്ങയെ സ്നേഹിക്കട്ടെ, കുടുംബമായി അങ്ങയെ ആരാധിക്കട്ടെ, കുടുംബമായി അങ്ങയെ പുകഴ്ത്തട്ടെ, കുടുംബമായി അങ്ങയുടെ വേല ചെയ്യട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുമായുള്ള കുടുംബവും യഹോവയുടെ രക്ഷയുടെ ആനന്ദം അനുഭവിക്കട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവർ കുടുംബമായി ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ മാതാവിന്, പിതാവിന്, തലമുറകൾക്ക്, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ, കുടുംബമായി രക്ഷിക്കണമേ, കുടുംബമായിട്ട് ചില അത്ഭുതത്തിലേക്ക് കയറ്റണമേ, കുടുംബമായിട്ട് ചില അത്ഭുതങ്ങളിൽ നിൽപ്പാൻ സഹായിക്കണമേ. സ്തോത്രം, സ്തോത്രം. ചിലതിനകത്തോട്ട് അവർ കടക്കട്ടെ. കുടുംബമായിട്ട് ചില യാത്രകൾ ഉണ്ടാകട്ടെ. കുടുംബമായിട്ട് ചില രാജ്യങ്ങളിലേക്ക് ചെല്ലട്ടെ. തനിച്ച് പാർക്കുന്ന ചിലർ തൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ തൻ്റെ ഒപ്പം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടിയുള്ള യാത്രയുടെ പ്രോസസ്സുകൾ ഈ സമയത്ത് നടക്കട്ടെ. ബെൻഡിങ് ആയിപ്പോയ ചില യാത്രകൾ, ആമേൻ, ചിലർക്ക് തുറക്കാത്ത വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. രാജ്യത്തിൻ്റെയും ഭൂഖണ്ഡത്തിൻ്റെയും വാതിലുകൾ അവർക്കായി തുറക്കുന്നു. കടക്കുക, അടഞ്ഞുപോയത് തുറക്കട്ടെ. കർത്താവെ, ഇവരുടെ കുടുംബമായി സന്തോഷിക്കട്ടെ. ഭാര്യ ഒരു സ്ഥലത്ത്, ഭർത്താവ് ഒരു സ്ഥലത്ത്, മക്കളൊരു സ്ഥലത്ത്, അങ്ങനെ ചിതറിപ്പോകുന്ന ജീവിതത്തിനകത്ത് അവർക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ദൈവം തുറന്നു കൊടുക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഈ ദൂത് അവർക്ക് പകരുന്നു. അത് സംഭവിക്കും. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ദൈവം, തിരമാലകളെ അടക്കുന്ന ദൈവം, ശാന്തതകൾ വരുത്തുന്ന ദൈവം, ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിക്കുന്ന ദൈവം. ചില തുറമുഖങ്ങൾ ഒരുങ്ങട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നല്ല വഴികളും വാതിലുകളും നിങ്ങൾക്കായി തുറക്കും. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട്. കുടുംബത്തിൻ്റെ ചില ഉയർച്ചകൾക്ക് വേണ്ടിയുള്ള നന്മകൾ ദൈവം തുറക്കും. വിശ്വസിക്കുക. ഈ ദൂതുകൾ അനേകരിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ തകർന്നിരിക്കുന്നവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.